എല്ലാവർക്കും നമസ്കാരം. ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാം ആണെങ്കിലും പ്ലസ് ടു അല്ലെങ്കിൽ 10th ലെവൽ ഇതിലെല്ലാം ഇംഗ്ലീഷിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് കൺഫ്യൂസിങ് വേർഡ്സ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് അങ്ങനെ ഒരു ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ഇതെല്ലാം കൺഫ്യൂസിങ് വേർഡ്സ് എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സെഷൻ ആണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും ആൻസർ ചെയ്ത് നോക്കുക. ദേ ഡാഷ് എനിമീസ്. എന്തായിരിക്കും ആൻസർ? ദേ ഡാഷ് എനിമീസ്. അവര് എനിമീസിനെ എന്ത് ചെയ്തു? ഡിഫീറ്റ് ചെയ്തു അല്ലെ? ഡിഫീറ്റ് ചെയ്തു അല്ലെങ്കിൽ തോൽപ്പിച്ചു എന്നുള്ള രീതിയിൽ നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത് ഏതാ? ആൻസർ ഇട്ട് ഓപ്ഷൻ ഡി ആണ്, റോട്ട് ആണ്. ഓക്കെ, ROUT. അപ്പൊ ROUT എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫീറ്റ് ചെയ്യുക അല്ലെങ്കിൽ തോൽപ്പിക്കുക എന്നുള്ള മീനിങ് ആണ്. ROUT എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട്. നമ്മൾ പറയുന്ന റൂട്ട്, ആ വഴി ഏതാന്നൊക്കെ ചോദിക്കില്ലേ? റൂട്ട് ഏതാണെന്ന് ചോദിക്കില്ലേ? അതാണ് ROUTE എന്ന് പറയുന്നത്. ഓക്കെ, RROT എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ? റൂട്ട്, ചെടിയുടെ റൂട്ടൊക്കെ നമുക്കറിയാം. പിന്നെയുള്ളത് ROTE ആണ്. ROTE എന്ന് പറഞ്ഞാല് ഉരുവിടുക, വീണ്ടും വീണ്ടും പറയുക എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത്. റോട്ട് കേട്ടോ. അപ്പൊ ഇവിടുത്തെ ആൻസർ ഇട്ട് ഓപ്ഷൻ ഡി, ROUT. ഓക്കെ, തോൽപ്പിച്ചു, അവരെ പുറത്താക്കി എന്നൊക്കെ ആലോചിക്കാം അല്ലെ? ഒരു ഔട്ട് ഉണ്ടല്ലോ, അപ്പൊ അവരെ പുറത്താക്കി, തോൽപ്പിച്ചിട്ട് എന്നൊക്കെ ഓർത്ത് വയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ഫോറിൻ വേർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡീനോവോ. ഡീനോവോ എന്ന് പറഞ്ഞാൽ എന്താ? ആൻസർ ഇട്ട് എഗെയിൻ ആണ് അല്ലെ? എഗെയിൻ, വീണ്ടും വീണ്ടും. അപ്പൊ ജസ്റ്റ് ആലോചിക്കാം, നമുക്ക് ഡി നോവോ എന്ന് പറയുമ്പോൾ നവംബർ ആയിട്ട് കണക്ട് ചെയ്യാം. ഈ നവംബർ മാസം ഓരോ വർഷവും വീണ്ടും വീണ്ടും വരും അല്ലെ? അപ്പൊ എഗെയിൻ ആയിട്ട് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഡി നോവോ ഇറ്റ് മീൻസ് എഗെയിൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. A lot of money dash wasted on election campaign these days. A lot of money dash wasted on election campaign these days. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? A lot of money, നമുക്കറിയാം എ ലോട്ട് ഓഫ്, മെജോറിറ്റി ഓഫ്, മൈനോറിറ്റി ഓഫ്, ഫ്രാക്ഷൻ ഓഫ് അല്ലെ? ഇങ്ങനെയുള്ള വാക്കുകൾക്ക് ശേഷം വരുന്ന ആളെ നോക്കുക. അപ്പൊ ഇത് മണി എന്ന് പറയുന്ന അൺകൗണ്ടബിൾ നൗൺ ആണ് അല്ലെ? മണി എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ ആണ്. അപ്പൊ അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെ ഓൾവേസ് വി ഹാവ് ടു യൂസ് സിംഗുലർ വെർബ്. എന്ത് യൂസ് ചെയ്യണം? സിംഗുലർ വെർബ് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് സിംഗുലർ അല്ലാത്ത, അതായത് പ്ലൂറൽ ആയിട്ടുള്ള വെർബുകളൊക്കെ നമുക്ക് ഒഴിവാക്കാം അല്ലെ? ആറിനെ എടുത്ത് മാറ്റാം, ഹാവിനെ എടുത്ത് മാറ്റാം. ഇനി ഇസും ഉണ്ട്, ഹാസും ഉണ്ട്. അതിൽ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഇപ്പൊ ഞാനിവിടെ ഹാസ് പറയുകയാണെങ്കിൽ ലോട്ട് ഓഫ് മണി ഹാസ് വേസ്റ്റഡ് എന്ന് പറഞ്ഞാൽ മണിയാണ് ചെലവാക്കിയത് എന്നുള്ള മീനിങ് ആയിട്ട് വരും. അങ്ങനെയല്ലല്ലോ അല്ലെ? പൈസയാണ് ചെലവാക്കപ്പെട്ടത് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഇസ് വേണം യൂസ് ചെയ്യാൻ. മനസ്സിലായോ? പാസീവില് പറയുമ്പോൾ നമ്മൾ ഇസ് വേണം യൂസ് ചെയ്യാൻ. ഇസ് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ്. ഓക്കെ, സോ നമ്മുടെ ആൻസർ എന്താ വരിക? നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ ബി ആണ്. ഇസ് ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓഫ് മൈ 2 ഡോട്ടേഴ്സ് ഷീല ഇസ് ദ ഡാഷ്. വേഗം ആൻസർ പറഞ്ഞോളൂ. ഓഫ് മൈ 2 ഡോട്ടേഴ്സ് ഷീല ഇസ് ദി ഡാഷ്. ഈ ദ കാണുമ്പോൾ പലർക്കും ഉള്ള ഒരു രീതിയാണ്, ദക്ക് ശേഷം എപ്പോഴും നമ്മൾ സൂപ്പർലേറ്റീവ് അല്ലേ യൂസ് ചെയ്യാന്നുള്ള രീതിയിൽ പലരും ഇവിടെ എൽഡസ്റ്റും ഓൾഡസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ? നമ്മുടെ ആൻസർ എന്താ വരുന്നേ? ഓഫ് മൈ 2 ഡോട്ടേഴ്സ് ഷീല ഇസ് ദി എൽഡർ ആണ്. ഓക്കെ, അപ്പൊ ദക്ക് ശേഷം നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കമ്പാരിറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യാം. പക്ഷെ രണ്ട് പേര് വരുന്ന കേസ് വരുമ്പോഴാണ് നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യുക. ദ പ്ലസ് കമ്പാരിറ്റീവ്. മൂന്നോ അതിൽ കൂടുതലോ വരുന്ന കേസ് വരുമ്പോഴാണ് ദ പ്ലസ് സൂപ്പർലേറ്റീവ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പഠിച്ചു പോവുക. എക്സാമുകളിലൊക്കെ ചോദിച്ചിട്ടുണ്ട്, ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഷീ റൈറ്റ്സ് ഡാഷ് ടു ക്വിക്ക്ലി. എന്തായിരിക്കും ആൻസർ? ഷീ റൈറ്റ്സ് ഡാഷ് ടു ക്വിക്ക്ലി. അപ്പൊ ക്വിക്ക്ലി എന്ന് കാണുമ്പോൾ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമല്ലേ? അപ്പൊ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ സാധാരണ ഫെയറിലേക്കാണ് യൂസ് ചെയ്യാറ് അല്ലെ? പക്ഷെ ഇവിടുത്തെ ആൻസർ റാദറാ. അതെന്തുകൊണ്ടാ? നമ്മൾ സാധാരണ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഫെയർലിയും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് റാദറും ആണ് യൂസ് ചെയ്യാറ് അല്ലെ? പക്ഷെ ഈ ടു എന്ന് പറഞ്ഞിട്ടുള്ള വാക്കുണ്ടല്ലോ, TOO, ഈ ഒരു വാക്ക് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് റാദറിന്റെ കൂടെയാണ്. അപ്പൊ പോസിറ്റീവ് ആണെങ്കിലും ടു എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് കാണുമ്പോൾ മനസ്സിലാക്കിക്കോണം, അതിന്റെ കൂടെ നമ്മൾ റാദർ ആണ് യൂസ് ചെയ്യുക. കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഈ കമ്പാരിറ്റീവ് ഡിഗ്രി ഒക്കെ യൂസ് ചെയ്യുമ്പോഴും പോസിറ്റീവ് ആണെങ്കിൽ കൂടി നമ്മൾ എന്ത് യൂസ് ചെയ്യും? റാദർ ആണ് യൂസ് ചെയ്യുക. ഒരു കാര്യം കൂടെ പറഞ്ഞേക്കട്ടെ, നമ്മൾ ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിന്റെ ആപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിന്റെ മാത്രമായിട്ടുള്ള ക്ലാസ്സുകളാണ് തൽക്കാലം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇംഗ്ലീഷിൽ വീക്ക് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ എത്രയൊക്കെ പഠിച്ചിട്ടാണെങ്കിലും ഇപ്പൊ എക്സാമിന് ഇരിക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് അടിക്കുന്നു, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യാം. അതേപോലെ തന്നെ ബേസ് തീരെ ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ
നമ്മൾ ഇംഗ്ലീഷിന്റെ ഗ്രാമറും വൊക്കാബുലറിയും കൂടിയിട്ടുള്ള ഒരു കോഴ്സാണ്. 399 റുപ്പീസിന്റെ കോഴ്സ്. 3 മാസത്തിനുള്ളിൽ പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം 1 വർഷത്തോളം നിങ്ങൾക്ക് ഇതിന്റെ കണ്ടന്റുകളൊക്കെ നോക്കാം. ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റുകളും മോക്ക് ടെസ്റ്റുകളും PYQ ഡിസ്കഷൻ എല്ലാം ഉണ്ടാവും ട്ടോ. അപ്പൊ ഈ ഒരു കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത് 399 റുപ്പീസ് ആണ്. ഓക്കെ. അതേപോലെ തന്നെ വരുന്ന അടുത്തൊരു കോഴ്സാണ്. ഇപ്പൊ അത്യാവശ്യം നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒക്കെ അറിയാവുന്ന ഒരാളാണ്. നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ആയിട്ടൊന്നും പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താൽ മതി. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ 800 ഇംഗ്ലീഷ് ക്വസ്റ്റ്യന്റെ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. പുതിയൊരു കോഴ്സാണ്. 8th നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാം. അപ്പൊ ഈ ഒരു കോഴ്സിൽ നമ്മൾ PYQ പ്ലസ് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. പിന്നെയുള്ള കോഴ്സാണ് വൊക്കാബുലറിയുടെ മാത്രമായിട്ടുള്ള കോഴ്സ്. അപ്പൊ അത്യാവശ്യം ഗ്രാമർ ഒക്കെ അറിയുന്ന ഒരാളാണെങ്കിൽ ഇത്രയും പൈസ കൊടുത്ത് ബാക്കിയുള്ളതിൽ കയറേണ്ട കാര്യമില്ല അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 199 റുപ്പീസിന് വൊക്കാബുലറിയുടെ കോഴ്സ് പർച്ചേസ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി നമുക്ക് വീണ്ടും ക്വസ്റ്റ്യനിലേക്ക് കയറാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രപ്പോസിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മങ്കീസ് ലീവ് ഡാഷ് ട്രീസ്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? മങ്കീസ് ലീവ് ഇൻ ട്രീസ് ആണ്. ഓക്കെ. കുറച്ച് പേരെങ്കിലും ഓൺ എന്നുള്ള ആൻസർ ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. ഓക്കെ. അപ്പൊ നമ്മൾ ലീവ് ഓൺ എപ്പോഴാണ് യൂസ് ചെയ്യുക? ലീവ് ഓൺ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഫീഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ പറയുമ്പോഴാണ് ലിവ് ഓൺ യൂസ് ചെയ്യുക. ഓക്കെ. ലിവ് ഇൻ എന്ന് പറഞ്ഞാൽ താമസ സ്ഥലം അല്ലെങ്കിൽ ഡ്വെല്ലിംഗ് പ്ലേസ് എന്ന് പറയും അല്ലെ. ഡ്വെല്ലിംഗ്, അതിനെയാണ് നമ്മൾ താമസ സ്ഥലം എന്ന് പറയുന്നത്. അപ്പൊ മങ്കീസ് ലിവ് ഇൻ ട്രീസ് ആണ്. ഓക്കെ. താമസ സ്ഥലമാണല്ലോ, അപ്പൊ ഇന്ന് പറയണം, ലിവ് ഇൻ എന്ന് പറയണം. ലിവ് ഓൺ നമ്മൾ പറയുന്നത് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോഴാണ്. ഓക്കെ. ബേർഡ്സ് ലിവ് ഓൺ ഇൻസെക്ട്സ് എന്ന് പറയാം. ബേർഡ്സ് ഇൻസെക്ടിനെയാണ് കഴിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ലിവ് ഓൺ യൂസ് ചെയ്യാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. എവർ സിൻസ് ദേ ഗോട്ട് മാരീഡ് ദേ ഡാഷ് ഹിയർ. എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യാം. ഓക്കെ. എവർ സിൻസ് ദേ ഗോട്ട് മാരീഡ് ദേ ഡാഷ് ഹിയർ. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ആൻസർ ഇറ്റ്സ് ഓപ്ഷൻ എ. എവർ സിൻസ് ദേ ഗോട്ട് മാരീഡ് ദേ ഹാവ് ബീൻ ലിവിംഗ് ഹിയർ. അവരുടെ കല്യാണം കഴിഞ്ഞപ്പോൾ മുതലേ അവർ ഇവിടെയാണ് താമസിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ മാരീഡും ഗോട്ടും ഒക്കെ കാണുമ്പോൾ കുറച്ച് ആൾക്കാരെങ്കിലും ഹാഡ് ബീൻ ലിവിംഗ് എന്നുള്ള ആൻസറിലേക്കൊക്കെ പോയിട്ടുണ്ടാവും അല്ലെ. അല്ലെങ്കിൽ വേർ ലിവിങ്ങോ അങ്ങനെയുള്ള പാസ്റ്റിലുള്ള ആൻസറിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ടെൻസ് നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഹാവ് ബീൻ ലിവിംഗ് എന്നുള്ള ആൻസർ പറയും. കാരണം പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് പാസ്റ്റിൽ ഒരു കാര്യം തുടങ്ങിയിട്ട് പ്രസന്റിലും കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുക അല്ലെ. അവരുടെ കല്യാണം കഴിച്ചപ്പോൾ മുതലേ അവർ ഇവിടെ താമസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പാസ്റ്റിൽ തുടങ്ങി പ്രസന്റിലും കണ്ടിന്യൂ ചെയ്യാണ് അല്ലെ. അപ്പൊ അവിടുന്ന് മാറിയ കാര്യമോ ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വി ഹാവ് ടു യൂസ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോർമാറ്റ് ആണ് ഹാസ് അല്ലെങ്കിൽ ഹാവ്, ബീൻ, പിന്നെ വെർബിന്റെ കൂടെ ING ഫോം അല്ലെ. ഇനി നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7th വൺ. ഹൂ ബ്രോക്ക് ദി ഗ്ലാസ്. ഓക്കെ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ പാസീവ് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക? അപ്പൊ ആക്റ്റീവിനെ പാസീവിലേക്ക് ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? ടെൻസ് മാറാൻ പാടില്ല അല്ലെ. പിന്നെ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഒക്കെ ഇന്റർചേഞ്ച് ചെയ്യണം. പിന്നെന്താ, ആക്റ്റീവിൽ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ പാസീവിൽ ക്വസ്റ്റ്യൻ ആയിരിക്കണം. അപ്പൊ ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ് എന്താ? ആദ്യം ഓക്സിലറി വെർബ് വരണം, അതിനുശേഷം വേണം സബ്ജക്റ്റ് വരാൻ. ഹൂ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ബൈ ഹും വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക അല്ലെ. അപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ആയിരിക്കണം. അപ്പൊ ആദ്യം ഓക്സിലറി വെർബ് വരണം അല്ലെ. അപ്പൊ ഓക്സിലറി വെർബ് വരുന്ന കേസ് ഏതാ? ഇവിടെ ഓപ്ഷൻ 2ഉം ഓപ്ഷൻ 3 നോക്കുമ്പോൾ വാസ് ആണ് ആദ്യം വന്നിട്ടുള്ളത്. അതൊരു ഓക്സിലറി വെർബാ. അതിനുശേഷമാണ് സബ്ജക്റ്റ് ആയിട്ടുള്ള ഗ്ലാസ് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയേ, ബൈ ഹുമിന് ശേഷം ആദ്യം വന്നിട്ടുള്ളത് എന്താ? സബ്ജക്റ്റ് ആണ്. അതിനുശേഷമാണ് ഓക്സിലറി വെർബ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ 3 അല്ലെ. ബൈ ഹും വാസ് ദി ഗ്ലാസ് ബ്രോക്കൺ. അപ്പൊ ഇതും ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹി സെഡ് ഐ ഷാൽ ഹെൽപ്പ് യു. ഇതിനെ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? അപ്പോ റിപ്പോർട്ടിംഗ് വെർബ് സെഡ് ആണ്. അപ്പൊ ഡബിൾ കോഡ്സിൽ കൊടുത്തുള്ള ഭാഗത്തിന്റെ ടെൻസ് മാറ്റണം അല്ലെ. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ 2 ആണ്. ഹി സെഡ് ദാറ്റ് ഹി വുഡ് ഹെൽപ്പ് മീ ആണ്. ഓക്കെ. ഹി സെഡ് ദാറ്റ് ഹി വുഡ് ഹെൽപ്പ് മീ. അപ്പൊ നമ്മൾ സാധാരണ ഈ ഷാൽ യൂസ് ചെയ്യുന്നത് ഐയുടെ കൂടെയും വിയുടെ കൂടെയാണ്. ഫസ്റ്റ് പേഴ്സൺ ആയിട്ടുള്ള ഐയുടെയും വിയുടെയും കൂടെയാണ് നമ്മൾ സാധാരണ ഷാൽ അല്ലെങ്കിൽ ഷാലിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള ഷുഡ് യൂസ് ചെയ്യാറ്. ഓക്കെ. അപ്പോ നമുക്കറിയാം ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ ഐ മാറിയിട്ട് ഹി ആയിട്ട് വരും അല്ലെ. അപ്പൊ ഹീയുടെ കൂടെ നമ്മൾ സാധാരണ എന്താ യൂസ് ചെയ്യുക? ഹീയുടെ കൂടെ വില്ല് യൂസ് ചെയ്യും, അല്ലെങ്കിൽ വില്ലിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള വുഡ് യൂസ് ചെയ്യും. ശരിയല്ലേ? ഷുഡ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഐയുടെയും വിയുടെയും കൂടെയാണ് ഷാലും ഷുഡൊക്കെ യൂസ് ചെയ്യുക.
അപ്പൊ ഹി ആയതുകൊണ്ട് നമ്മൾ പിന്നെ അതിന്റെ കൂടെ ഷുഡ് അല്ല യൂസ് ചെയ്യുക, വുഡ് ആണ് യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ 2. ഹി സെഡ് ദാറ്റ് ഹി വുഡ് ഹെൽപ്പ് മീ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഷീ ഈസ് യൂസ് ടു സ്ലീപ്പിംഗ് എലോൺ. എന്തായിരിക്കും ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് വരുന്നത്? ഓക്കെ, അപ്പൊ ഈ ഒരു പോർഷൻ പോസിറ്റീവ് ആണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കണം? നെഗറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ് വേണം വരാൻ, അല്ലെ? അപ്പൊ ഇതിന് എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? ഷീ ഇസ് യൂസ് ടു. അപ്പൊ ഇസ് ആദ്യം വന്നിട്ടുണ്ട്. ഇസ് ആദ്യം വരികയാണെങ്കിൽ ഇസ് വെച്ചിട്ട് തന്നെ വേണം നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഫ്രെയിം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ നെഗറ്റീവ് ആക്കണം. അപ്പൊ ഇസൻ ഷീ ആണ് വരിക. അല്ലാതെ യൂസ്ഡിനകത്ത് ഇ ഡി ഉണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് ഡിഡൻ ഷീ എന്നുള്ള ആൻസറിലേക്ക് ആരും പോകരുത് കേട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റുഡൻസ് ലേൺ ഫാസ്റ്റ് ഇഫ് ദ ടീച്ചർ ഡാഷ് കോമ്പീറ്റന്റ്. സ്റ്റുഡൻസ് ലേൺ ഫാസ്റ്റ് ഇഫ് ദ ടീച്ചർ ഡാഷ് കോമ്പീറ്റന്റ്. എന്തായിരിക്കും ആൻസർ? നമ്മുടെ ആൻസർ എന്തായാലും സ്റ്റുഡൻസ് ലേൺ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ, പ്രസന്റ് ആണ്. അപ്പൊ പ്രസന്റ് ആണെങ്കിൽ നമുക്ക് പാസ്റ്റ് എന്നുള്ള ഓപ്ഷൻ വാസിനെ എടുത്ത് മാറ്റാം. ഓക്കെ, ഇനി വിൽ ബി പറയേണ്ട കാര്യമില്ല അല്ലെ, കാരണം ഇത് പ്രസന്റിൽ കൊടുക്കുകയാണെങ്കിൽ പ്രസന്റിലുള്ള ഓപ്ഷൻ തന്നെയായിരിക്കും കറക്റ്റ് ആയിട്ട് വരിക. ഓക്കെ, സ്റ്റുഡന്റ് ലേൺ ഫാസ്റ്റ് ഇഫ് ദ ടീച്ചർ ഇസ് കോമ്പീറ്റന്റ്. കിട്ടിയോ? അപ്പൊ ഇതേപോലെയുള്ള കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ആയിട്ട് കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ, ഗ്രാമറിൽ ഇപ്പോൾ ഏതെങ്കിലും പെർട്ടിക്കുലർ ടോപ്പിക് ആയിട്ട് അറിയില്ലെങ്കിൽ, നമ്മളെല്ലാം ബേസ് മുതലുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഗ്രാമർ ക്ലാസ്സും വൊക്കാബുലറി ക്ലാസ്സും അതേപോലെ തന്നെ 800 ക്വസ്റ്റ്യൻസിന്റെ സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാമുകളിൽ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.